വെൽക്കം ടു മണി മാറ്റേഴ്സ് മാസ്റ്ററിങ് കോയിൻസ് ആൻഡ് കറൻസി. അപ്പം മണി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പൈസ. അപ്പം ഇന്ത്യൻ പൈസയെ നമ്മൾ രൂപ ഈ ഒരു ചിഹ്നത്തിൽ ഡിനോട്ട് ചെയ്യുകയും രൂപ എന്നാണ് പറയുകയും ചെയ്യുന്നത്. നമുക്ക് ഇപ്പോൾ പ്രധാനമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് 50 പൈസ ഉണ്ട്, 1 റുപ്പി ഉണ്ട്, 2 റുപ്പി ഉണ്ട്, 5 റുപ്പി കോയിൻസ്, 10 ഇത്രയും കോയിൻസാണ് നമ്മൾ സാധാരണ നമുക്ക് വിനിമയം ചെയ്യാൻ കിട്ടുന്നത്. പിന്നെ 5, 10, 20, 50, 100, 500 അതിൻ്റെ നോട്ട്സും. അപ്പോൾ ഇതിനെ നമ്മൾ നോട്ട്സ് എന്നും ഇതിനെ കോയിൻസ് എന്നുമാണ് പറയുന്നത്. ഇതിൻ്റെ പുതിയ വേർഷൻസ് നമുക്ക് ലഭ്യമാണ് അല്ലേ. അപ്പോൾ ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്, എന്താണ് ഹൗ മെനി 5 റുപ്പി കോയിൻസ് മേക്ക് ₹10? നമ്മൾ സ്കിപ്പ് കൗണ്ടിങ് ഓഫ് 5 ചെയ്യുക, 2 ആണ് അല്ലേ. 2 5 റുപ്പീസ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 10 കിട്ടും. ഇനി 1 റുപ്പി, എത്ര 1 റുപ്പി കൂട്ടിയാൽ നമുക്ക് 20 റുപ്പീസ് കിട്ടുക? 21 റുപ്പി വേണം. എത്ര 2 റുപ്പി കൂട്ടിയാൽ 40 റുപ്പീസ് കിട്ടുക? നമ്മളങ്ങനെ കൂട്ടി നോക്കുക. അത് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്കത് ക്വസ്റ്റ്യൻസ് തന്നെ ഡിസ്കസ് ചെയ്യാം. ഇപ്പം വേറൊരു എക്സാമ്പിളാണ്. ഇതിലിപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ തന്നിട്ട് നിങ്ങളോട് ഇതിലേതാണ് വലുതെന്ന് ചോദിക്കും. നമുക്ക് നോക്കാം ഇതിലേതാ വലുതെന്ന്. ഇതൊരു 10 റുപ്പി കോയിനാണ്, ഇതൊരു 10 റുപ്പി നോട്ടാണ്, ഇത് 2 5 റുപ്പിയാണ്. ഈ 2 5 റുപ്പി കൂട്ടി എത്രയാണ് കിട്ടുക? 10 റുപ്പീസ് അല്ലേ. അപ്പോൾ ഇതിലേതാ വലുത്? അങ്ങനെയൊന്നുമില്ല അല്ലേ. മൂന്നും ഈക്വൽ ചിഹ്നമാണ്. നമ്മൾ മുമ്പ് പറഞ്ഞൊരു ചിഹ്നം ഉണ്ടല്ലോ, ഒരു സിമ്പിൾ ഈക്വൽ ടു. എങ്ങനെയുള്ളതാ? യെസ്, ഇതിലൊന്നും ഇങ്ങനെയുള്ളൊരു സിമ്പിളാണ് ഇതിൻ്റെ തമ്മിൽ നമുക്ക് വേണ്ടത് അല്ലേ. ഇതെല്ലാം ഈക്വൽ ആണ്, ഓൾ ആർ ഈക്വൽ. ഇതിലൊന്നും ഗ്രേറ്റർ ദാനോ ലെസ് ദാനോ ഒന്നും ഇല്ല. So we can move to the questions. If you have 2 10 rupee coins, how much money do you have? 2 10 rupee coin ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപയാവും? 10 + 10 20 റുപ്പീസ് അല്ലേ. നെക്സ്റ്റ്, if a toy cost 25 rupees and you have 100 rupees, how many toys you can buy? ഒരു ടോയ്ക്ക് 25 രൂപയുണ്ട്. അങ്ങനെയാണെങ്കിൽ 100 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ടോയ്സ് വാങ്ങിക്കാം? കൂട്ടി നോക്ക്. 25 എത്രയാണ്? നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ ചിലപ്പോൾ, അല്ലെങ്കിൽ നമുക്ക് കൂട്ടി നോക്കാം. 25 5 5 10, ഒന്ന് ബാക്കി 50. അപ്പോൾ 50 കിട്ടിയത്. 50ൻ്റെ കൂടെ വീണ്ടും 25 കൂട്ടുക. അപ്പോൾ എത്ര കിട്ടും? 75. വീണ്ടും 25 കൂട്ടി നോക്ക്. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 100. അപ്പോൾ എത്ര പ്രാവശ്യം നമ്മൾ 25 കൂട്ടി? 1 2 3 4. അപ്പം 4 ടോയ്സ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if you buy a book of 35 rupees and give the shopkeeper 50 rupee, how much change you will get? നിങ്ങൾ 50 റുപ്പി കൊടുത്തു 35 റുപ്പീൻ്റെ സാധനം വാങ്ങിച്ചു. നിങ്ങൾക്ക് എത്ര ബാക്കി കിട്ടും? കുറച്ച് നോക്കുക അല്ലേ. 0ൽ നിന്ന് 5 കുറക്കാൻ പറ്റില്ല. ഇപ്പുറത്ത് 1 എടുത്തു, ഇത് 4 ആക്കി, 10 ആക്കി. 10 ൽ 5 കുറച്ചാൽ 5, 4ൽ 3 കുറച്ചാൽ 1. സോ ആൻസർ ഈസ് 15 റുപ്പീസ്. നെക്സ്റ്റ്, ഹൗ മെനി 5 റുപ്പി കോയിൻസ് മേക്ക് 20 റുപ്പീസ്? എത്ര 5 രൂപ കോയിൻസാണ് 20 രൂപയാക്കുന്നത്? 5 10 15 20. സ്കിപ്പ് കൗണ്ടിങ് ഓഫ് 5 4 ടൈംസ് വരുന്നുണ്ടല്ലേ. അപ്പോൾ 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് യു ഹാവ് 40 റുപ്പീസ് ആൻഡ് ബൈ ആൻ ഐസ്ക്രീം ഫോർ 15 റുപ്പീസ്, ഹൗ മച്ച് മണി ഡു യു ഹാവ്? നിങ്ങൾ 40 രൂപ കൊടുത്തിട്ട് 15 രൂപയുടെ ഐസ്ക്രീം വാങ്ങിച്ചു. അപ്പോൾ എന്ത് ചെയ്യുക? 40 15 കുറക്കുക. 10 5 കുറച്ചാൽ 5, 4 ഇവിടെ 3 ആയി, 3 കുറച്ചാൽ 2. സോ ആൻസർ ഈസ് 25 റുപ്പീസ്. ഇഫ് യു സേവ് 5 റുപ്പീസ് എവറി ഡേ, ഹൗ മച്ച് മണി വിൽ യു ഹാവ് ആഫ്റ്റർ 6 ഡേയ്സ്? നിങ്ങൾ എല്ലാ ദിവസവും 5 രൂപ സേവ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ 6 ദിവസത്തിന് ശേഷം നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയുണ്ടാവും? 5 6 പ്രാവശ്യം കൂട്ടുക. 5 10 15 20 25 30. എത്രയാ? 1 ഇവിടെ വരുന്നത് 30 അല്ലേ. 6 പ്രാവശ്യം നോക്ക്. 1 അത് 1 2 3 4 5 6 6 പ്രാവശ്യം കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടിയത് 30 റുപ്പീസ്. സോ 6 ദിവസം നമ്മൾ 5 രൂപ സേവ് ചെയ്താൽ നമുക്ക് 30 റുപ്പീസാണ് ബാക്കി ഉണ്ടാവുക. നെക്സ്റ്റ്, ഇഫ് എ പെൻസിൽ കോസ്റ്റ് 8 റുപ്പീസ് ആൻഡ് യു ഹാവ് 20 റുപ്പീസ്, ഹൗ മെനി പെൻസിൽസ് യു ക്യാൻ ബൈ? നിങ്ങളുടെ കയ്യിൽ 8 രൂപയുടെ ഒരു പെൻസിലിന് 8 രൂപയാണ്, നിങ്ങളുടെ കയ്യിൽ 20 രൂപയുണ്ട്. നിങ്ങൾക്ക് എത്ര പെൻസിൽ വാങ്ങിക്കാം? നമുക്ക് നോക്കാം. ഒരു പെൻസിലിന് 8 രൂപ, 2 എണ്ണത്തിന് 16, 3 എണ്ണത്തിന് 24. അപ്പോൾ 24 എന്ന് പറയുമ്പോൾ 20-നേക്കാൾ വലുതാണ്. അപ്പോൾ ഇത് പറ്റില്ല. അപ്പോൾ 2 എണ്ണേ നമുക്ക് വാങ്ങിക്കാൻ പറ്റും അല്ലേ. ഓക്കെ. നെക്സ്റ്റ്, ഇഫ് യു ഹാവ് എ 50 റുപ്പി നോട്ട് ആൻഡ് ഹൗ മെനി 10 റുപ്പി കോയിൻസ് ക്യാൻ യു ഗെറ്റ് ഇൻ എക്സ്ചേഞ്ച്? നിങ്ങളുടെ കയ്യിൽ 50 രൂപയുടെ നോട്ടുണ്ട്, എത്ര 10 രൂപ കോയിൻസ് നിങ്ങൾക്ക് കിട്ടും?
50 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്ര 10 5 10 50 അല്ലേ? അതെങ്ങനെ കണ്ടുപിടിക്കുക? എന്താ 10 എത്ര 10 ഉണ്ടെന്നാണ് ചോദിച്ചത്. അപ്പോൾ 10 സ്കിപ്പ് കൗണ്ടിങ് ചെയ്ത് നോക്കുക. 10 20 30 40 50 5 ടൈംസ് നമ്മൾ ക്ലിക്ക് ചെയ്തു, ഇത് കൗണ്ട് ചെയ്തു. നെക്സ്റ്റ്, ഇഫ് യു നീഡ് 45 rupees ടു ബൈ എ ടോയ് ആൻഡ് യു ഹാവ് 25 rupees. നിങ്ങൾക്ക് 45 രൂപയുടെ ഒരു ടോയ് വാങ്ങണം, 25 രൂപയെ നിങ്ങളുടെ കയ്യിലുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ ഇനി വേണം? ഇങ്ങനെ കണ്ടുപിടിക്കുക. 45 25 കുറക്കുക. 5 5 കുറച്ചാൽ 0, 4 2 കുറച്ചാൽ 2. അപ്പോൾ ഇനി 20 rupees കൂടെ നമുക്ക് വേണം, എന്നാലേ ആ ടോയ് വാങ്ങിക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ്, യു ബോട്ട് 3 items for 10 rupees, 15 rupees and 20 rupees. വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ്? നിങ്ങൾ 3 സാധനം വാങ്ങി, ഒന്നിന് 10 രൂപ, ഒന്നിന് 15, ഒന്നിന് 20. സോ കൂട്ടി നോക്കുക, 5 ഇവിടെ 4, അപ്പോൾ 45 rupees ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, കോസ്റ്റ് ഓഫ് എ ചോക്ലേറ്റ് ഈസ് 5 rupees. ഒരു ചോക്ലേറ്റിൻ്റെ വില 5 രൂപയാണ്. വിത്ത് 55 rupees ഹൗ മെനി ചോക്ലേറ്റ്സ് യു വിൽ ഗെറ്റ്? നോക്കാം നമുക്ക്. 5 10 15 20 25 30 35 40 45 50 55. എത്ര പ്രാവശ്യം? 1 2 3 4 5 6 7 8 9 10 11. സോ 11 ചോക്ലേറ്റ്സ് നമുക്ക് കിട്ടും. നെക്സ്റ്റ്, വിച്ച് വൺ ഈസ് കറക്റ്റ്ലി പ്ലേസ്ഡ് അക്കോർഡിംഗ് ടു ഇറ്റ്സ് റേറ്റ്? ഇതിൻ്റെ റേറ്റിനനുസരിച്ചിട്ട് ഇവിടെ പൈസ വെച്ചിട്ടുള്ളത് ഏത് സാധനത്തിലാണ്? ഇതിപ്പോൾ നോക്കാം, 100 50, ഇതിപ്പോൾ 65 ആണ്, അപ്പോൾ ഇത് എന്തായാലും അധികമാണ്. നെക്സ്റ്റ് 85, 100 50 എല്ലാം ഉണ്ട്, അതും 85-നേക്കാൾ കൂടുതലാണ്, അതും കറക്റ്റ് അല്ല. 185 കിട്ടണം, 100 50 20, അപ്പോൾ എത്രയാണ്? 100-നോട് 50 കിട്ടിയാൽ 150, പിന്നെ അതിൻ്റെ കൂടെ 20 കിട്ടിയാൽ 170, 180 185. യെസ്, ദിസ് ഈസ് ദ കറക്റ്റ്ലി പ്ലേസ്ഡ് വൺ അല്ലേ? ഓപ്ഷൻ നമ്പർ 3. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് മെഷർമെൻറ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.